അനുമോദ് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു മുമ്പ് വരെ നമ്മൾ ഏറെ ആകാംക്ഷയോടെ ഓരോ ദിവസവും ഓരോ നീക്കങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അത്രത്തോളം സജീവമായ ചർച്ചയിലായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തി നിന്ന് രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ കൊഴുത്തു നിന്ന ഘട്ടത്തിലാണ് ഈ ഒരു ആക്രമണ പശ്ചാത്തലത്തിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡേറ്റ് ഡിക്ലെയർ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കൊക്കെ പോയത്. ഇപ്പോൾ ഒടുവിൽ ഇതാ ഡേറ്റ് ഡിക്ലെയർ ആയിരിക്കുകയാണ്. ആ ഒരു ചൂടൻ ചർച്ചയിലേക്ക്, ചൂടൻ ഡിസ്കഷനിലേക്കൊക്കെ വീണ്ടും രാഷ്ട്രീയ പാർട്ടികൾ ഈ നിമിഷം മുതൽ കടന്നിരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അത് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുക എന്നുള്ളതാണ് ഇനി മുന്നണികൾക്ക് മുന്നിലുള്ള ലക്ഷ്യം. നിലമ്പൂരിലെ നിലവിലത്തെ ഒരു സാഹചര്യം, അവരുടെ ചർച്ചകൾ, ഒരുക്കങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങൾ. നമുക്കറിയാം UDFന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായിട്ടാണ് സത്യത്തിൽ നിലമ്പൂർ കാത്തിരിക്കുന്നത്. ആര്യടൻ ഷൗക്കത്ത്, VS ജോയ് എന്നീ രണ്ട് പേരുകൾക്ക് അപ്പുറത്ത് മറ്റൊരു സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉയർന്നു വരുന്നില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. ആര്യടൻ ഷൗക്കത്തിന് അവസാന ഘട്ട ചർച്ചകളിൽ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു എന്ന തരത്തിലായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത്. ആ ഘട്ടത്തിലാണ് പെഹൽഗാം ആക്രമണം വരികയും തുടർന്ന് മറ്റ് സംഭവവികാസങ്ങൾ ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പ് നീണ്ടുപോവുകയും ചെയ്യുന്ന അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പോൾ ചർച്ചകൾ നിർത്തിവെച്ചിരുന്നു. ആ ഘട്ടത്തിൽ ആര്യടൻ ഷൗക്കത്തിന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് കോൺഗ്രസിൽ നിന്ന് വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആര്യടൻ ഷൗക്കത്തിന് ഇപ്പോഴും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത തന്നെയാണ് UDFിൽ നിന്ന് കാണുന്നത്. മറുവശത്ത് LDFിന്റെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ LDFിലെ ഏതെങ്കിലും യുവ നേതാക്കൾ, DYFയുടെ ജില്ലാ പ്രസിഡന്റായ ഷബീറിന്റെ പേരാണ് സജീവമായിട്ട് ഉയർന്നു കേൾക്കുന്നത്. മറ്റു പല പേരുകളും വരുന്നുണ്ടെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ ഷബീറിന്റെ ഒരു പാർട്ടിയുടെ തന്നെ മുഖമായിട്ടുള്ള ഒരാൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കട്ടെ, പാർട്ടി വോട്ടുകൾ അത് പരമാവധി നേടാനുള്ള സാഹചര്യങ്ങൾ നോക്കട്ടെ എന്നൊരു നിലപാടിലാണ് പാർട്ടിക്കുള്ളത്. UDFിൽ നിന്നും ആരെങ്കിലും വിട്ടുപോരുന്നു എന്നുള്ള പ്രതീക്ഷ ഈ ഘട്ടത്തിൽ LDFിനില്ല. അത്തരത്തിലുള്ള ചർച്ചകളും LDF ഇതിനു മുമ്പേ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ അങ്ങനെ ആര്യടൻ ഷൗക്കത്തോ അല്ലെങ്കിൽ ഷബീർ, ഈ ആര്യടൻ ഷൗക്കത്തും ഷബീറുമായിരിക്കും LDFിനെയും UDFിനെയും സ്ഥാനാർത്ഥികൾ എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തുവാൻ. മറിച്ച് അവിടെ NDA ആകട്ടെ അവരുടെ ചർച്ചകൾ എവിടെയും തുടങ്ങി വെച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നവ്യ ഹരിദാസിന്റെ പേര് ആദ്യഘട്ടത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഇപ്പോൾ അനുമോദിലേക്ക് എത്താം. UDF കൺവീനർ അടൂർ പ്രകാശ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അടൂർ പ്രകാശ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എത്രത്തോളം സജ്ജമാണ് UDF? UDFിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ സാധ്യത ഉണ്ട് എന്ന് പ്രചരണം കൊടുത്തുകൊണ്ട് നടന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഏതായാലും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ എന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ശ്രീ അടൂർ പ്രകാശാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈനിൽ ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അടൂർ പ്രകാശ്, താങ്കൾക്ക് തുടരാം. ഇപ്പോൾ വ്യക്തമാണ്. അല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഒന്നിച്ച് UDF ഒന്നിച്ച് നിന്നുകൊണ്ട് പോരാട്ടം നടത്തും. ആ പോരാട്ടത്തിൽ ഞങ്ങൾ അതിൽ നല്ല വിജയം കൈവരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിന് ഒരു സംശയവും ആർക്കും വേണ്ട. ഇനിയുള്ള ഞങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തന നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ആ അടുത്ത നിമിഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിലെ പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് ഇന്ന് പ്രതീക്ഷിക്കണോ? ഞങ്ങൾ ഇന്ന് തന്നെ ആലോചിച്ചുകൊണ്ട് അതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോകുന്ന പ്രശ്നം ഉണ്ടാകില്ല. അത് പിന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ KPCC പ്രസിഡന്റും എല്ലാവരുമായി കൂട്ടി ആലോചിച്ച് അതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ അടൂർ പ്രകാശ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് UDF കൺവീനർ നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ഉടൻ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്. ആ പ്രഖ്യാപനം അത് പാലിക്കപ്പെടും. ഒരു വ്യക്തതയുണ്ട്. ഇന്ന് തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് UDF കൺവീനർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അനുമോദ്, തുടരാം. തീർച്ചയായും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDFിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. കാരണം
നിലമ്പൂരിലെ LDFന്റെ സ്ഥാനാർത്ഥിയായി 2 തവണ വിജയിച്ച PV അൻവർ ഇപ്പോൾ UDFനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ PV അൻവറിന്റെ രാജിയാണ് ഈ ഒരു നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വഴിവെക്കുകയും ചെയ്തിരിക്കുന്നത്. PV അൻവറിനെ സംബന്ധിച്ച് ഇവിടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിലനിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷയാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മാർജിനിൽ വിജയം നേടിക്കൊടുക്കുക എന്നുള്ളത്. ഈ PV അൻവറിന്റെ രാഷ്ട്രീയ നിലനിൽപ്പും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും UDFന് വേണ്ടി അൻവർ കയ്യുമയും മറന്നിറങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നീണ്ടുപോകുന്നതിനെ കുറിച്ച് അദ്ദേഹം ആശങ്കപ്പെട്ടിരുന്നു. ഹൈക്കോടതിയെ സമീപിക്കാൻ വരെ ആലോചിച്ചിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പെട്ടെന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നമുക്കറിയാം, അൻവറിലൂടെ LDF പിടിച്ചെടുത്ത മണ്ഡലം അൻവർ തന്നെ UDFന് നൽകുന്നു എന്നാണ് UDF നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊക്കെ പേരുകളിലേക്ക് ചർച്ചകൾ വരുന്നു മുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ PV അൻവർ VS ജോയിയുടെ പേര് മുന്നിൽ വെച്ച് ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. പക്ഷേ അത് ഒരു കടുംപിടുത്തമല്ല, തന്റെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം മാത്രമാണെന്ന് അൻവർ തന്നെ പിന്നീട് വിശദീകരിക്കുകയും ആര്യടൻ ഷൗക്കത്താണെങ്കിലും ആരാണെങ്കിലും 100% UDFനൊപ്പമാണ് താനെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ചർച്ചകൾ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തിക്കുമ്പോഴും ആര്യടൻ ഷൗക്കത്തിന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കമുള്ളതായിട്ട് കാണുന്നത്. പല ഘടകങ്ങൾ ഇതിനിടയിൽ ചർച്ച ചെയ്തിരുന്നെങ്കിൽ പോലും മാറിയ ഈ കോൺഗ്രസിന്റെ പുനഃസംഘടന, നേതൃതലത്തിലെ പുനഃസംഘടന വരെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഫലിക്കുന്ന ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യടൻ ഷൗക്കത്തിന് ഇവിടെ സാധ്യത പട്ടികയിൽ ഏറ്റവും അധികം ആര്യടൻ ഷൗക്കത്ത് തന്നെ നിലമ്പൂരിൽ വരാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ കാണുന്നത്. പക്ഷേ അവസാനഘട്ട മണിക്കൂറിലെ ചർച്ചകൾ അതിന്ന് പൂർത്തിയാക്കുമെന്നാണ് അറിയുന്നത്. VS ജോയിക്ക് വേണ്ടി വലിയൊരു വിഭാഗം രംഗത്തുണ്ടായിരുന്നു. VS ജോയി നിലവിൽ DCC അധ്യക്ഷനാണ്. ഇപ്പോൾ നിലവിൽ ഏറെ സാധ്യത കൽപ്പിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ VS ജോയിയെ പരിഗണിച്ചില്ലെങ്കിൽ പകരം VS ജോയിക്ക് മറ്റെന്തെങ്കിലും ഒരു സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്യും നേതൃത്വം എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. അങ്ങനെയാണെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് തന്നെ നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അതുതന്നെയാണ് കണക്കാക്കേണ്ടത്. അതേസമയം ഇടതുപക്ഷത്തിനാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പല പേരുകൾ സ്വതന്ത്ര പരീക്ഷണം നിലമ്പൂരിൽ ആവർത്തിക്കാനുള്ളൊരു കണക്കൂട്ടലായിരുന്നെങ്കിൽ പോലും കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിച്ച പോലെ നേതാക്കളുടെ ഒരു മാറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന ആരെങ്കിലും ആകും സാധ്യത. DYFയുടെ ജില്ലാ പ്രസിഡന്റായ P ഷബീറിനാണ്. ഷബീർ മണ്ഡലത്തിലെ തന്നെ സ്വദേശിയാണ്, എടക്കര സ്വദേശിയാണ്, മണ്ഡലത്തിൽ ചിരപരിചിതനാണ്, യുവനേതാവാണ്. അങ്ങനെ പല ഘടകങ്ങളും ഷബീറിന് അനുകൂലമായിട്ടുണ്ട്. മറ്റു പലരെയും പരിഗണിക്കുമ്പോൾ അത്തരം പരീക്ഷണങ്ങൾക്ക് മുതിരാതെ പാർട്ടിയുടെ മുഖമായിട്ട് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ അഭികാമ്യം എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷബീറിന്റെ സാധ്യതകളാണ് ഇപ്പോൾ ഏറെയും കാണുന്നത്. മാറ്റങ്ങൾ വന്നേക്കാം എങ്കിൽ പോലും ആര്യടൻ ഷൗക്കത്തും ഷബീറും ആയിരിക്കാം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളായിട്ട് ഉണ്ടാവുക. LDFന്റെ സ്ഥാനാർത്ഥിയായ ഷബീറും UDFന്റെ സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൗക്കത്തും ആയിരിക്കും ഉണ്ടാവുക എന്ന തരത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിലെ ഒരു സാഹചര്യങ്ങൾ. NDAക്കാവട്ടെ ഒരു പേരുകളിലേക്കും ആദ്യം അവർ പോയിരുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ചർച്ചയിൽ എവിടെയും NDA മുന്നിലും ആലോചനകളും തുടങ്ങിയിരുന്നില്ല. പക്ഷേ ഇത്രയും വേഗത്തിൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ NDAയുടെ ഭാഗത്തുനിന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും ഏറെ വൈകാതെ തന്നെ കണക്കാക്കണം. നവ്യ ഹരിദാസിന്റെ പേര് സജീവമായിട്ട് മണ്ഡലത്തിൽ ചർച്ചയിൽ ഉണ്ടായിരുന്നു. കാരണം പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചതോടെ മണ്ഡലത്തിൽ വളരെ പരിചിത മുഖമായിട്ട് നവ്യ മാറിയിട്ടുണ്ട്. മാത്രമല്ല വനിത എന്ന പരിഗണന ഒരു NDAയുടെ വളർന്നു വരുന്ന ഒരു യുവ വനിതാ നേതാവ് എന്ന പരിഗണന ഇതൊക്കെ അവരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ളതാണ് NDA കാണുന്നത്. സ്വാഭാവികമായിട്ടും നവ്യ ഹരിദാസിന്റെ പേര് സജീവ ചർച്ചയിലുണ്ട്. ഷോൺ ജോർജിന്റെ പേരും ആദ്യഘട്ടത്തിലൊക്കെ ഈ വഖഫ് മുൻപോക്കെ വലിയ വിഷയമായി കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഷോൺ